നമസ്കാരം. LICയിലേക്ക് ജോലി ആഗ്രഹിക്കുന്ന മിനിമം ഡിഗ്രി ക്വാളിഫിക്കേഷൻ ഉള്ളവർക്ക് ഇപ്പോൾ ജൂനിയർ അസിസ്റ്റൻറ്റ് തസ്തികയിലേക്ക് 180ഓളം വേക്കൻസികളിൽ പുതിയൊരു നോട്ടിഫിക്കേഷൻ റിലീസ് ചെയ്തിട്ടുണ്ട്. നമുക്ക് നോട്ടിഫിക്കേഷൻ്റെ മറ്റ് വിവരങ്ങളിലേക്ക് കടക്കാം. ഇപ്പോൾ ജൂനിയർ അസിസ്റ്റൻറ്റ് പോസ്റ്റിലേക്കാണ് അപേക്ഷ ക്ഷണിക്കുന്നത്. ടോട്ടൽ 180 വേക്കൻസിയാണ് ഈ ജൂനിയർ അസിസ്റ്റൻറ്റ് പോസ്റ്റിലേക്ക് നിലവിൽ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. അപേക്ഷ സ്റ്റാർട്ട് ചെയ്തത് 16/4/2026 അപേക്ഷ സമർപ്പിക്കാൻ അവസാന തീയതി 30/4/2026 ഈ പോസ്റ്റിലേക്ക് എക്സാമിനേഷൻ കണ്ടക്ട് ചെയ്യുന്ന ടെൻറ്റേറ്റീവ് ഡേറ്റ് ആയിട്ട് പറയുന്നത് ജൂൺ മാസത്തിലെ ആദ്യത്തെ ആഴ്ചയാണ്. ഇനി അതിൽ സാലറി സ്കെയിൽ സിറ്റി കാറ്റഗറി അനുസരിച്ചിട്ടാണ് സാലറി അലോട്ട് ചെയ്യുന്നത്. എങ്ങനെ നോക്കിയാലും ഒരു 40,000 രൂപയിലധികം സാലറി ലഭിക്കാൻ പറ്റുന്ന ഒരു പോസ്റ്റാണ് ജൂനിയർ അസിസ്റ്റൻറ്റ്. ഓക്കെ, ഇനി ഇതിലേക്ക് അപേക്ഷകൾ ഏജ് ലിമിറ്റ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ 20 വയസ്സ് മുതൽ 30 വയസ്സ് വരെ പ്രായമുള്ള എല്ലാവർക്കും ഇതിലേക്ക് അപ്ലൈ ചെയ്യാം. ഏജ് കണക്കാക്കുന്നത് 1/4/2026 വെച്ചിട്ടാണ്. ഇനി ഇതിലേക്ക് അപേക്ഷിക്കുന്ന ക്വാളിഫിക്കേഷൻ നോക്കാം. മിനിമം ഡിഗ്രിയാണ് പറയുന്നത്. ഒരു 55% അഗ്രിഗേറ്റ് മാർക്ക് ഉണ്ടായിരിക്കണം. ഇവിടെ എടുത്തു പറയുന്നുണ്ട് കറസ്പോണ്ടൻസ്, ഡിസ്റ്റൻസ്, പാർട്ട് ടൈം അങ്ങനെയൊക്കെ ഡിഗ്രി എടുത്തവർ ഇതിനകത്ത് എലിജിബിൾ അല്ല എന്ന് പറയുന്നു. കമ്പ്യൂട്ടർ സ്കിൽ ആവശ്യമാണ്. അതായത് ഓപ്പറേറ്റിംഗ് ആൻഡ് വർക്കിംഗ് നോളജ് ഓഫ് കമ്പ്യൂട്ടർ സിസ്റ്റത്തിനകത്ത് ഓപ്പറേറ്റിംഗ് വർക്കിംഗ് നോളജ് ഉണ്ടായിരിക്കണമെന്ന് മാത്രമേ എടുത്ത് പറയുന്നു. ഓക്കെ, ഇനി നമുക്ക് കേരളം, തമിഴ്നാട്, കർണാടക എന്നീ സ്ഥലങ്ങളിൽ റിപ്പോർട്ട് ചെയ്തിരിക്കുന്ന വേക്കൻസി നോക്കാം. ആദ്യം കേരളത്തിൽ ടോട്ടൽ 3 വേക്കൻസിയാണ്. എറണാകുളത്ത് ഒരു വേക്കൻസി, പാലക്കാട് ഒരു വേക്കൻസി, തൃശ്ശൂർ ഒരു വേക്കൻസി. അടുത്ത നമുക്ക് കർണാടക നോക്കാം. ബാംഗ്ലൂരിൽ ടോട്ടൽ 23 വേക്കൻസി പറയുന്നു. ബാക്കിയുള്ള സ്ഥലങ്ങളിലെല്ലാം ഓരോ വേക്കൻസി വെച്ച് ടോട്ടൽ 29 വേക്കൻസിയാണ് കർണാടകയിൽ പറയുന്നത്. തമിഴ്നാട്ടിലെ ടോട്ടൽ വേക്കൻസി നോക്കുകയാണെങ്കിൽ 21ആണ്. അതിൽ ചെന്നൈയിൽ 6 വേക്കൻസി, കോയമ്പത്തൂർ 5 വേക്കൻസി, മധുരയിൽ 4 വേക്കൻസി. ബാക്കിയുള്ള സ്ഥലങ്ങളെല്ലാം ഓരോ വേക്കൻസി വെച്ചാണ് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് നിലവിൽ. ഇതിലേക്ക് സെലക്ഷൻ നടക്കുന്നത് ഒരു എക്സാമിനേഷൻ കാണും, അതിനുശേഷം ഇൻ്റർവ്യൂ ആണ്. എക്സാം 200 ക്വസ്റ്റ്യനാണ്, 200 മാർക്കിൻ്റെ 120 മിനിറ്റ് ആയിരിക്കും ഉണ്ടായിരിക്കുക. എക്സാം ഇംഗ്ലീഷ് മോഡലായിട്ട് മാത്രമായിരിക്കും. എക്സാമിലേക്ക് ഏതൊക്കെയാണ് സെക്ഷൻ? ഇംഗ്ലീഷ് ലാംഗ്വേജ്, ലോജിക്കൽ റീസണിങ്, ജനറൽ അവയർനെസ്, ന്യൂമറിക്കൽ എബിലിറ്റി, കമ്പ്യൂട്ടർ സ്കിൽ എന്നിവയാണ് വരുന്നത്. മാത്രമല്ല ഓരോ റോങ് ആൻസറിന് നെഗറ്റീവ് മാർക്കിംഗ് ഉണ്ട്. അതായത് ഓരോ തെറ്റുത്തരത്തിനും 0.25 നെഗറ്റീവ് മാർക്കായിട്ട് ഇവിടെ പറയുന്നത്. കേരളത്തിൽ കൊച്ചി, തിരുവനന്തപുരം, കണ്ണൂർ, കൊല്ലം, കോട്ടയം, കോഴിക്കോട്, തൃശ്ശൂർ എന്നിവിടങ്ങളിലാണ് എക്സാമിനേഷൻ സെൻറ്റർ. തമിഴ്നാട്ടിൽ ചെന്നൈ, മധുരൈ, കോയമ്പത്തൂർ, നാഗർകോവിൽ, തിരുനെൽവേലി, തഞ്ചൂറാണ് എക്സാമിനേഷൻ സെൻറ്റർ. കർണാടകയിൽ ബാംഗ്ലൂർ, മൈസൂർ, ഹുബ്ലി, ധാർവാഡ്, മാംഗ്ലൂർ എന്നിവിടങ്ങളിലാണ് എക്സാമിനേഷൻ സെൻറ്റർ. ഇനി എങ്ങനെയാണ് അപേക്ഷിക്കേണ്ടത് നോക്കാം. ഇതിലേക്ക് അപേക്ഷ സമർപ്പിക്കുന്നത് www.lichousing.com വഴിയാണ് അപേക്ഷ സമർപ്പിക്കേണ്ടത്. അപേക്ഷ സമർപ്പിക്കൽ അവസാന തീയതി 30/4/2026 ഈ ഡേറ്റ് മറന്നു വരും. മാത്രമല്ല അപേക്ഷ സമർപ്പിക്കൽ 800 രൂപ ആപ്ലിക്കേഷൻ ഫീസായിട്ട് കൊടുക്കണം. ഇത് എല്ലാ കാൻഡിഡേറ്റിനും ആപ്ലിക്കബിൾ ആണെന്നും അത് നോൺ റീഫണ്ടബിൾ ആണെന്നും എടുത്തു പറയുന്നു. മിനിമം ഡിഗ്രി ക്വാളിഫിക്കേഷൻ ഉള്ള ഇതൊരു നല്ല അവസരമായി കണ്ട് അവസാന തീയതിയായ 30/4/2026 മുമ്പായി ഓൺലൈൻ വെബ്സൈറ്റ് മുഖേന അപേക്ഷ സമർപ്പിക്കുക. കൂടാതെ എക്സാമിന് വേണ്ടി പ്രിപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്യുകയും ചെയ്യുക. ഈ നോട്ടിഫിക്കേഷൻ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിലോ കമൻറ്റ് ബോക്സിലോ നൽകാം. ഇതുപോലെ ഡെയിലി വ്യത്യസ്തമായ ജോബ് അപ്ഡേറ്റ് ലഭിക്കാൻ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചിരിക്കുക. കൂടാതെ വീഡിയോ കാണുന്നവരൊന്ന് ലൈക്ക് അടിച്ച് സപ്പോർട്ടും കൂടെ അറിയിച്ചിരിക്കുക. താങ്ക്